2026 വേൾഡ് കപ്പിന് വേണ്ടി ഇനി 100-ൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ലോക ഫുട്ബോൾ ഉറ്റുനോക്കുകയാണ് ഇത്തവണ ആരായിരിക്കും 2026-ലെ ലോക ചാമ്പ്യന്മാരെന്ന്. നിലവിൽ വമ്പൻ പ്രതീക്ഷകളോടെ തന്നെയാണ് അർജന്റീന ഇത്തവണയും വേൾഡ് കപ്പിനെത്തുന്നത്. നിലവിലെ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ അർജന്റീനക്ക് ഇത്തവണയും ആ കിരീടം നിലനിർത്തണം. അതിന് സ്കലോണി തൻ്റെ ആയുധപ്പുരയിലെ ഏറ്റവും മികച്ച താരങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അർജന്റീനക്ക് ഏറെ തിരിച്ചടിയായേക്കുന്ന വാർത്തയാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടക്കുകയാണ്. അർജന്റീന സ്പെയിൻ ഫൈനലിസിമ പോരാട്ടം മാർച്ച് 27-ാം തീയതിയാണ് നടക്കാൻ ഉദ്ദേശിച്ചത്. ഈ മത്സരം വേദിയാകാനൊരുങ്ങുന്നത് ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയം ആയിരുന്നു. യുദ്ധത്തിൻ്റെ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് നിലവിൽ ഖത്തറും. അതുകൊണ്ട് തന്നെ ഫൈനലിസിമ ഫൈനൽ പോരാട്ടത്തിൽ വേദി മാറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട്. മത്സരം ഖത്തറിൽ നിന്ന് അമേരിക്കയിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഫിഫ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്ന മണിക്കൂറുകളിൽ പുറത്തു വരും. എന്നാൽ ഈ ഫൈനലിസിമ പോരാട്ടത്തിന് പുറമെ അർജന്റീന വേൾഡ് കപ്പിന് മുന്നോടിയായി പല മത്സരങ്ങളും കളിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ഫൈനലിസിമ പോരാട്ടത്തിന് ശേഷം നിലവിൽ ഖത്തറുമായി ഒരു മത്സരം സംഘടിപ്പിക്കാൻ അർജന്റീന തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ മത്സരം മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം നടക്കില്ല. അതിനുശേഷം വേൾഡ് കപ്പിന് തൊട്ടു മുന്നേ വമ്പന്മാരായ മെക്സിക്കോയോടും പിന്നെ ഹോണ്ടുറസിനോടും അർജന്റീന മറ്റൊരു മത്സരം കൂടി സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ മത്സരം മെക്സിക്കോയിൽ വെച്ചായിരുന്നു അർജന്റീന നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. നമുക്കറിയാം, മെക്സിക്കോയിൽ ഇപ്പോൾ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മത്സരവും മുടങ്ങാനാണ് സാധ്യത. സത്യം പറഞ്ഞാൽ വേൾഡ് കപ്പിന് മുന്നേ ഇനി അർജന്റീനക്ക് കൂടുതൽ മത്സരങ്ങൾ കളിക്കാനുള്ള അവസരം കുറവെന്ന് ചേർത്ത് വായിക്കണം. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അർജന്റീനയുടെ പ്രമുഖ മാധ്യമമായ TYC സ്പോർട്സ് തന്നെയാണ്. വേൾഡ് കപ്പിന് മുന്നേ ഇനി ഏതെങ്കിലും ടീമുകളെ പരിഗണിച്ച് അർജന്റീന കൂടുതൽ മത്സരം സംഘടിപ്പിക്കുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. ഇത് അർജന്റീനക്ക് ഏറെ തിരിച്ചടിയാകുന്ന വാർത്തകളിലൊന്നുകൂടിയാണ്. ഏതായാലും കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് നൗ.